ഇന്ന് ഒരു ദൈവത്തിൻ്റെ വചനം നമുക്ക് വായിക്കാം. 23-ാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം, അതിൻ്റെ 37-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് വലിയൊരു രാജ്യത്തോട്, വലിയൊരു ജനതയോടുള്ള ദൂതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മറവിൽ ചേർക്കുന്നതിൽ, ചിറകിനടിയിലോട്ട് ഞാൻ ചേർത്ത് പിടിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകന്മാരുടെ പറഞ്ഞ ഒരു വാക്യത്തെ വീണ്ടും എടുത്ത് പറയുന്ന ഒരു സമയം ഇതാണ്. എന്നാൽ നിങ്ങൾക്കോ അതിന് മനസ്സായില്ല. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഇസ്രായേൽ ജനവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് എപ്പോഴും തൻ്റെ ജനത്തെ, വാഗ്ദത്ത ജനത്തെ, വിശുദ്ധ ജനത്തെ തന്നോട് ചേർക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവർ അകന്നു പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെ അന്ന് ശക്തമായ ദൂതുകൾ ജനത്തിന് കൈമാറ്റം ചെയ്യാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. വലിയൊരു ജനതയോട് പറയുന്ന ദൂതാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകൽക്കാലം ഈ ദൂതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് ശ്രദ്ധ വെച്ച് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ, അല്പസമയമാണെങ്കിൽ കൂടെ അത് ശ്രദ്ധയോടെ, നിങ്ങൾ ഓൺലൈനിലുള്ള മെസ്സേജുകൾ, നമ്മൾ പലരും നമ്മുടെ സഭയിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും പലരും അത് വാച്ച് ചെയ്യാതെ, അത് ഗൗനിക്കാതെ വിടാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ വചനം ഗൗരവത്തോടെ മനസ്സിലാക്കണം. നമുക്ക് ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുകയാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ വചനം കേൾക്കാനും കൂടെ ഒന്ന് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ, ഇതെല്ലാം പലരും വചനം വരുമ്പോൾ അങ്ങ് തട്ടി മാറ്റിയിട്ട് മറ്റ് പലതിലേക്കും പോകുന്ന ഒരു പ്രവണതയാണുള്ളത്. അത് വിശ്വാസികളാണെങ്കിലും അങ്ങനെയാണ്. ആരും പഴയതുപോലെ ഒരു തീഷ്ണതയോടെ ദൈവവചനം ഗൗരവമായി കാണാനോ കേൾക്കാനോ ഇരിക്കാറില്ല. അത് സഭയിൽ വന്നാണെങ്കിലും നമുക്കറിയാം, ഒരു കൂട്ടര് ഉറങ്ങാൻ വേണ്ടി വരുന്നവരുണ്ട്, ഒരു കൂട്ടര് കുറ്റം കണ്ടുപിടിക്കാൻ വരുന്നവരുണ്ട്, ഒരു കൂട്ടര് ദൈവവചനം കേൾക്കുന്നു, ഇരിക്കുന്നു, അത് ഗ്രഹിക്കാതെ പോകുന്നവരുണ്ട്. പല തരത്തിലുള്ള ആൾക്കാരാണ്. എന്നാൽ നമുക്കറിയാം, ഈ വചനത്തിൻ്റെ പ്രാധാന്യവും ദൈവഭയവും ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെയും ഒരു പ്രാധാന്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യരാരും നമ്മെ സഹായിക്കുകയില്ല, ഒരു ബന്ധുക്കളും ആരും, ഒരു വഴിയും ഇല്ല, നമുക്കൊരു വഴിയില്ല. ഒരൊറ്റ വഴിയുള്ളൂ, കർത്താവിലുള്ള ആശ്രയം. അതുകൊണ്ട് ഈ വചനം ഇന്ന് നമ്മൾ ശ്രമിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയാണ്, കോഴി തൻ്റെ ചിറകിൻ്റെ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് കൊള്ളുന്നത് കഴുകനും പരുന്തുമൊക്കെ പറന്ന് വന്ന് കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വരുമ്പോഴാണ് താന് ഈ തള്ളക്കോഴി എന്ത് ചെയ്യുക, ഭയങ്കര പറന്ന് ബഹളമുണ്ടാക്കി അതിനെ ഒരു സൈഡിൽ ഓടിക്കുകയും ഭയപ്പെടുത്തുകയും മറു സൈഡിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെയാണ് ദൈവം ഈ നാളുകളിൽ നമ്മെയും ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന, ഹാനോക്കിനെ പോലെയുള്ള ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഹാനോക്കിനെ പോലെ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കുന്നവരെ, പ്രൈസ് ദി ലോർഡ്, യോഹന്നാനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മാർവിൽ ചാരി ഇരിക്കുന്നവരെയൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം അങ്ങനെയുള്ളവരെ കാണാനില്ല. മറ്റുള്ളവരെല്ലാവരെയും കാണാറുണ്ട്. ശുശ്രൂഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരെ കാണാറുണ്ട്, സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നവരെ കാണാറുണ്ട്, പ്രാർത്ഥിക്കുന്നവരെ കാണാറുണ്ട്, പിന്നെ അവർ പല നിലവാരങ്ങളിൽ വർക്ക് ചെയ്യുന്നവരെ അധ്വാനിക്കും. പക്ഷേ ദൈവത്തിൻ്റെ കൂടെ ദിനംപ്രതി നടക്കുന്നവരെ, ഞായറാഴ്ച ക്രിസ്ത്യാനികളെ ദൈവം കാണുന്നുണ്ട്, പിന്നെ വിടുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്നവരെ കാണാറുണ്ട്, ബൈബിൾ എടുത്തുകൊണ്ട് നാട്ടിലൊരിക്കൽ ഇങ്ങനെ നടക്കുന്നവരെയൊക്കെ കാണാറുണ്ട്. പക്ഷേ ഓരോ ദിനം പ്രതി ആ പാട്ടുകാരൻ പാടുന്ന ദിനവും യേശുവിൻ്റെ കൂടെ എന്ന പാട്ടൊക്കെ പാടുന്നത് പോലെ നമുക്ക് പാടാനൊക്കെ എളുപ്പമാണ്, പക്ഷേ നടക്കാൻ വലിയ പാടാണ്. ആ നടക്കണമെന്നുണ്ടെങ്കിൽ മനസ്സുണ്ടാകണം. അതിനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയം കൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഈ ജനം എന്നെ അധരം കൊണ്ട് ബഹുമാനിക്കുന്നു, എന്നാൽ ഇവർ ഹൃദയം കൊണ്ട് അകന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ അധരം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ആരാധനയും പാട്ടും പ്രാർത്ഥനകളും ഇതെല്ലാം
നമ്മൾ അതരം കൊണ്ട് വ്യായാമം ചെയ്യുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഹൃദയം കൊണ്ട് ദൈവവുമായിട്ട് അകന്നു. അതെങ്ങനെയാണ് ഹൃദയം കൊണ്ട് അകലുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഹൃദയം കൊണ്ട് അകലുന്നതിൻ്റെ ഏറ്റവും വലിയതാണ് ദൈവവചനം കേൾക്കാനും ആരാധനകൾക്കോ പ്രാർത്ഥനകൾക്കോ വരാൻ സാധിക്കുകയില്ല. രാവിലത്തെ ഒരു പ്രാർത്ഥന കൊണ്ട് വചനം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരാൻ സാധിക്കുകയില്ല. സഭയിൽ വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ, വീട്ടിലിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ അതിനു വേണ്ടി പിന്നെ ആ ചാൻസിന് വേണ്ടി ഓടി നടക്കുന്നവർ, ഇങ്ങനെയുള്ളവരെയൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം അവർ അതരം കൊണ്ട് വ്യായാമം ചെയ്യുന്നവരാണ്. എന്നാൽ ഹൃദയം കൊണ്ട് അവർ ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നവരാണ്. ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുത്ത് വരുന്നവരെ കുറിച്ചാണ് ഈ വചനം പറയുന്നത്. നിങ്ങൾ ആ ദൈവത്തിൻ്റെ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും 91-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരെ അവൻ തൻ്റെ ചിറകിൻ്റെ കീഴിൽ ഹല്ലേലൂയ തൂവലുകൾ കൊണ്ട് അവൻ മറയ്ക്കുകയാണ്. തൻ്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കുന്നു. ആ തൂവലുകൾ കൊണ്ട് മറയ്ക്കപ്പെടുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത്, അവരെ ഒരു ബാധ അവരെ കൂടാരത്തിനടുക്കയില്ല. പ്രൈസ്. രാത്രിയിലെ ഭയം അവരെ തൊടുന്നില്ല. പ്രൈസ് ലോർഡ്. പകൽ പറക്കുന്ന അസ്ത്രം അവരെ തൊടുന്നില്ല. ഇങ്ങനെ ഒരു പാമ്പും ഒരു സർപ്പവും ഒരു സിംഹവും ഒന്നും അവരെ തൊടാതെ വണ്ണം ആ ദൈവം തൻ്റെ തൂവലുകൾ കൊണ്ട് അവനെ മറയ്ക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദൈവം അത് ചെയ്യുന്നത്, ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നെ എപ്പോഴും തൻ്റെ മക്കളെ വിശ്വസ്തയോടെ തൻ്റെ കൂടെ ചേർന്നിരിക്കുന്നവരെ എപ്പോഴും താൻ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നപ്പോൾ ഒരു ദിവസം ഹാനോക്കിനെ കാണാതായി. ദൈവത്തിന് ഹാനോക്കിനെ പിരിഞ്ഞിരിക്കാൻ പറ്റാതായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹാനോക്കിന് ദൈവത്തെയും പിരിഞ്ഞിരിക്കാൻ വയ്യ, ദൈവത്തിന് ഹാനോക്കിനെയും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു ബന്ധം. ഈ ബന്ധങ്ങളെല്ലാം ദൃഢമാകുന്നത് എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. എല്ലാ ബന്ധങ്ങളും ദൃഢമാകുന്നത് എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചില ആൾക്കാർ പറയും, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, 2000 വർഷങ്ങൾക്ക് മുമ്പേ എന്നെ കർത്താവ് തിരഞ്ഞെടുത്തു, എന്നെ യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ശരിയാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മളെ ജനന സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ അപ്പൻ്റെ പേരൊക്കെ അവിടെ കാണും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരുടെ മകനാണെന്നുള്ളത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എപ്പോഴും നമ്മുടെ അപ്പനെ എൻ്റെ അപ്പനാണ് നാട്ടുകാരോടൊന്നും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യം ഒരു ബോധ്യമുണ്ട്. എന്നാൽ ഈ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കുമ്പോൾ അത് നിയമപ്രകാരം അപ്പനും മക്കളുമാണ്. പ്രൈസ്. അവകാശമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും എങ്ങനെയാണ് അപ്പൻ ഒരു തലമുറയ്ക്ക് തൻ്റെ അവകാശങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് നോക്കുമ്പോൾ പല വീടുകൾ നമുക്ക് ഈ ലോകത്തിൽ ഇന്നത്തെ സമൂഹം തന്നെ എടുക്കുമ്പോൾ നമുക്ക് അറിയാം അപ്പനും മക്കളുമാണ്. പക്ഷേ ഈ മക്കള് അപ്പനെ കൊണ്ടുവന്നത് ആ അനാഥമന്ദിരത്തിൽ വൃദ്ധസദനത്തിലാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പല അപ്പന്മാരും മക്കൾക്ക് തൻ്റെ സ്വത്ത് കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. പല അപ്പന്മാരും താൻ മരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് അത് എഴുതി വയ്ക്കുന്നു. പല അപ്പന്മാരും മക്കളെ വീട്ടിനകത്ത് കയറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വീട്ടിനകത്ത് നിന്ന് അടിച്ചിറക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പനും മക്കളും ആയത് കൊണ്ട് കാര്യമില്ല. അത് നിയമപ്രകാരം അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴത്തെ നിയമം തന്നെ പണ്ട് നിയമപ്രകാരം അപ്പൻ്റെ സ്വത്തിന് മക്കൾ അവകാശം. ഇന്നത്തെ നിയമം മാറി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അപ്പനും മക്കളും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പന് തനിക്ക് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കാമെന്നാണ് നിയമം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അപ്പനും മക്കളും എന്നുള്ള അവകാശമോ നിയമങ്ങളോ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒരു പ്രവൃത്തി ആവശ്യമാണ്, അവിടെ ഒരു ആക്ഷൻ ആവശ്യമാണ്, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ. ദിനംപ്രതി അപ്പനും മക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും ആ സ്നേഹബന്ധങ്ങളിലുമാണ് ഇതിൻ്റെ ആ അവകാശങ്ങൾ കൈമാറ്റം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എനിക്കെല്ലാം കിട്ടും, എനിക്കെല്ലാം ലഭിക്കും, ഞാനിങ്ങനെ മകനായതുകൊണ്ട് ഞാൻ അവകാശിയായതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഡൈനിങ് ടേബിളിൽ ഫ്രണ്ടിൽ ചെന്നിരുന്നതിന് ശേഷം എല്ലാം ഇനി വരട്ടെ എന്ന് പറഞ്ഞാൽ വരത്തില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്. പ്രൈസ് ദി ലോർഡ്. ചേർന്നിരിക്കുക, ചേർന്ന് നടക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുക, ആ ദൈവമായിട്ടുള്ള ബന്ധം. അതാണ് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. യഥാർത്ഥമായി നമ്മൾ എങ്ങനെയാണ് അപ്പനും മക്കളും പിന്നെയുള്ള ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ തൻ്റെ ആ പരസ്യ ശുശ്രൂഷയിൽ തൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ സ്വന്തം അമ്മയും അച്ഛനും ലോകപ്രകാരമുള്ള അപ്പനും അമ്മയും തന്നെ കൈപിടിച്ച് ആലയത്തിലോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ മറന്നുപോയി. ഈ മകനെ മറന്നുപോയി. ഈ ലോകത്തിലെ അപ്പനും അമ്മയൊക്കെ മകനെ മറന്നുപോയി.
മകനെ തിരിച്ചു കിട്ടുമ്പോൾ ആ മകൻ പറയുന്നൊരു കാര്യമുണ്ട്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കലാണ് ഞാൻ ഇരിക്കേണ്ടത്, എൻ്റെ പിതാവിൻ്റെ അടുക്കലാണ് ഞാൻ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് മാതാവിനോട് ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ തന്നെ ആ പുത്രനായ യേശു ക്രിസ്തു, ആ സർവശക്തനായ ദൈവം ഒരു പുത്രൻ എന്നുള്ള അവതാരമായി ഭൂമിയിൽ വന്നെങ്കിലും താന് തൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഇരിക്കാൻ ആഗ്രഹിച്ചത് ലോകപ്രകാരമുള്ള അപ്പൻ്റെ അമ്മേൻ്റെ അടുക്കൽ ഇരിക്കാനല്ല. പ്രൈസ് താൻ പരസ്യ ശുശ്രൂഷയിൽ ഇറങ്ങിയപ്പോൾ സകല ശിഷ്യന്മാർക്കും സകലർക്കും കാണിച്ചു കൊടുത്തൊരു മാർഗമെന്ന് പറയുന്നത്, താനൊരു മിനിഷിക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരെയും അങ്ങോട്ട് മാറ്റി നിർത്തിയതിന് ശേഷം മലമേൽ കയറി പിതാവിൻ്റെ അടുക്കൽ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. താനും പിതാവുമായിട്ട് എപ്പോഴും ഒരു ബന്ധമുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്, എൻ്റെ പിതാവ് എനിക്ക് കാണിച്ചു തന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല. കാരണം അത്രയും ഒരു ബന്ധമാണ്. ഗത്ശമനയ്ക്കകത്ത് വെച്ചും താൻ വലിയൊരു പ്രതികൂലത്തിൽ കയറാൻ പോവുകയാണ്. അവിടെയും പിതാവിൻ്റെ അടുക്കൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ സ്റ്റെപ്പും പിതാവുമായിട്ട് സംസാരിച്ചിട്ടാണ്. ആ പിതാവ് അതുകൊണ്ട് തന്നെ ആ മകൻ സ്നാനപ്പെട്ടപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുവാൻ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആ ബന്ധത്തെ കാണിക്കുന്നത് അത് വാക്കുകൾ കൊണ്ട് പറയുന്ന അമ്മാനമാടുന്ന, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളിൻ്റെ മകനാണെന്ന് പറയുന്ന അതിലല്ല. ആ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഒരിക്കലും ഒരു വിടുതൽ കിട്ടത്തില്ല, അനുഗ്രഹം കിട്ടത്തില്ല. അത് കിട്ടുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള അപ്പനും മക്കളും തമ്മിലുള്ള നിരന്തരമായ കമ്മ്യൂണിക്കേഷനിലൂടെ, സ്നേഹബന്ധങ്ങളിലൂടെ, അവൻ്റെ അടുക്കൽ ഇരുന്ന് അവൻ്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരു വാക്ക് കൽപ്പിച്ചാൽ അത് നടക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തന്നെയാണ് അവകാശങ്ങളെല്ലാം ലഭിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ചേർന്നിരിക്കുന്നവന്, പ്രൈസ് ദി ലോർഡ്, അവൻ മകനെന്ന് പറഞ്ഞാൽ സ്വർഗം സന്തോഷിക്കും. ചേർന്ന് നടക്കുന്നവൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും. കർത്താവായ യേശുക്രിസ്തുവിന് തൻ്റെ ശിഷ്യന്മാരെ പോലെ ഒരുപാട് സമയങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കാൻ എടുത്തില്ല. ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ സൗഖ്യമായി. ഒറ്റ വാക്കിൽ ഭൂതങ്ങൾ വിട്ടുമാറുന്നു. തന്നെ കാണുമ്പോൾ തന്നെ ലഗ്യോൻ ബാധിച്ചവൻ മാറുന്നു. കാരണം ആ അപ്പനും മകനും തമ്മിലുള്ള ബന്ധമുണ്ട്. ആ മകൻ ബന്ധം വേർപെട്ട് നടക്കുന്നവനല്ല, പേര് കൊണ്ടല്ല മകൻ, ഹല്ലേലൂയ, ജീവിതം കൊണ്ടും ആ മകൻ ആ അപ്പൻ്റെ മകൻ തന്നെയാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ദൈവമക്കളാണ്, ക്രിസ്ത്യാനികളാണ്, പേര് കൊണ്ടും അതരം കൊണ്ടും നമ്മൾ പറഞ്ഞ് വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ പ്രാർത്ഥനാ ജീവിതമല്ല, ദൈവവുമായിട്ടുള്ള ബന്ധമല്ല. പ്രാർത്ഥനയൊക്കെ ഇപ്പോൾ ഒരു പുച്ഛമാണ് പലർക്കും. പ്രയർ എന്ന് പറയുന്നതേ അതിനെ വേറൊരു രീതിയിൽ അങ്ങ് ആക്കിയെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പ്രാർത്ഥന ആവശ്യം കാണാനുള്ള ഒരു സംഭവമാക്കി മാറ്റിയത് കൊണ്ട് അവർ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യം കാണാനുള്ള സംഭവമല്ല. പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രാർത്ഥന എന്ന വാക്ക് തന്നെ എല്ലാവരുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്തയെന്ന് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കുറേ ആവശ്യങ്ങൾ നിരത്തി അത് പ്രാപിക്കുന്നതിന് വേണ്ടി ഇരിക്കുന്നതാണ് പ്രാർത്ഥന എന്നൊരു കൺസെപ്റ്റ് മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതല്ല പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ആവശ്യങ്ങൾ നിരത്തി ആവശ്യങ്ങൾ പ്രാപിക്കുന്നതല്ല പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന അപ്പനോടും മക്കളും അപ്പനും തമ്മിൽ സ്വർഗീയമായ ആത്മീയമായ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സംസാരമാണ്. അത് ആവശ്യങ്ങൾ നിരത്തി വയ്ക്കുന്ന ഒരു സംഭവമല്ല, അതൊരു സംസാരമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അപ്പനോട് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെയല്ലല്ലോ. ഒരു വീട്ടിനകത്ത് അപ്പനും മക്കളും സംസാരിക്കുന്ന മുഴുവനും ആവശ്യങ്ങൾ നിരത്തിയല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതിനേക്കാൾ ഉപരി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിൻ്റെ ആഴമേറിയ ബന്ധം, സ്നേഹം, ഹല്ലേലൂയ, സ്തോത്രം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വളരെ ചുരുക്കമായ ആവശ്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ബന്ധത്തിനകത്ത് നമ്മൾ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനകൾ ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളായി മാറുന്നതാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ കൺസെപ്റ്റിൽ വരുന്നത്, ഞാനിരുന്ന് കുറേ മണിക്കൂർ ആവശ്യങ്ങൾ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതെ നടക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ബന്ധം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിനേക്കാൾ ഉപരി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സ്വർഗസ്ഥനായ ആ ദൈവവുമായിട്ട് ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത്, കണക്ഷനകത്ത് നടക്കാൻ മക്കളായ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഭാഷയാണ് അന്യഭാഷ. ആ ഒരു ഭാഷ സംസാരിക്കുമ്പോൾ വചനം പറയുന്നത്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുകയാണ്, ആ ദൈവവുമായിട്ട് സംസാരിക്കുകയാണ്, ആ സ്വർഗവുമായി കണക്ഷൻ ആവുകയാണ്, പിതാവുമായി നമ്മൾ സംസാരിക്കുന്നതാണ്. നമ്മുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുമ്പോൾ അവിടെ നമ്മൾ പല ആവശ്യങ്ങൾ പറയും. എന്നാൽ ആത്മാവിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അങ്ങനെ ആ ബന്ധത്തെ കീപ്പ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ആത്മാവിൽ ബലപ്പെടും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതാണ് അന്യഭാഷകൾ. പ്രൈസ് ദി ലോർഡ്. അതിനാണ് ദൈവം നമുക്ക് ഈ അന്യഭാഷ തന്നിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വലിയ ലിസ്റ്റ് എടുത്ത് നമ്മൾ ഇരിക്കാനിടയാവും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പലരും നമ്മുടെ ജീവിതത്തിൽ ഒരു ആക്ഷൻ, വിശ്വാസം എന്ന് പറയുന്നത്
ഒരു ആക്ഷൻ ഉണ്ട് അതിന്. പ്രൈസ് ലോർഡ്. നമുക്കൊരു വസ്തുവുണ്ട്, വസ്തുവകളും എല്ലാം ഉണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിൻ്റെ ഫ്രണ്ട് ചെല്ലുമ്പോൾ ഒരു ചേനയും ചേമ്പും എല്ലാം നട്ടിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ വസ്തുവാണ്, നിങ്ങളുടെ സ്ഥലമാണ്. പ്രൈസ് ലോർഡ്. നിങ്ങളുടേതാണ് എല്ലാം. നിങ്ങളെ എല്ലാ ദിവസവും രാവിലെ അവിടെ ചെന്ന് ഈ ചേമ്പും ചേനയൊക്കെ അത് വെട്ടിയെടുത്ത് അതിൻ്റെ ഫലം എടുക്കേണ്ട സമയമായപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ചേമ്പ് ഇറങ്ങി വന്ന് മണ്ണിനകത്ത് കിടക്കുന്ന ചേമ്പിനോട് നമ്മൾ പറയുകയാണ്, ചേമ്പ ഇത് എൻ്റെ സ്ഥലമാണ്, എൻ്റെ വസ്തുവാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് എൻ്റെ അവകാശമാണ്, എൻ്റെ പേരിലെ പ്രമാണത്തിനകത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് ഈ മണ്ണിനകത്ത് നിന്ന് പുറത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്ത് വരത്തില്ല. അതിന് പകരം എന്ത് ചെയ്യണം? മൺമട്ടി എടുത്ത് അങ്ങോട്ട് കിളയ്ക്കുമ്പോൾ അപ്പോഴാണത് പുറത്ത് വരുന്നത്. അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യും. മറ്റൊരു സൈഡിൽ ഒരു പെരിച്ചാഴി വന്ന് അതിനെ വേറൊരു വഴി കൂടെ വന്ന് തുരന്നുകൊണ്ടങ്ങ് പോവുകയും ചെയ്യും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് പലപ്പോഴും ദൈവമക്കൾ വാഗ്ദത്തമുള്ളവരാണ്, പ്രൈസ് ദൂതുള്ളവരാണ്, പക്ഷെ പ്രാപിക്കാൻ അറിയത്തില്ല. ഹല്ലേലൂയ. ഇത് പലതും മോഷ്ടിച്ചു കൊണ്ട് പോകപ്പെടുകയാണ്. നമ്മുടെ കുടുംബത്തിലേക്ക്, ഭവനത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടതായ ഭൗതിക ആത്മീക അനുഗ്രഹങ്ങളെ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്തിരുന്ന് നമ്മുടെ അവകാശത്തെ, അധികാരത്തെ, ആ അവകാശത്തെ മറ്റുള്ളവൻ കട്ടുമുടിച്ചുകൊണ്ട് പോകാൻ അനുവദിക്കാതെ വണ്ണം അവനോട് ശക്തമായി പ്രാർത്ഥനയിൽ പോരാടാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ അനുഗ്രഹങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ വാഗ്ദത്തം, ഹല്ലേലൂയ സ്തോത്രം, മടുത്തു പോകാതെ ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരുന്ന ചിലര്, ഹല്ലേലൂയ സ്തോത്രം, പ്രാർത്ഥിക്കുമ്പോഴും മടുത്തു പോകാതെ ആരാധിച്ചും മടുത്തു പോകാതെ പ്രാർത്ഥിച്ചും അവരുടെ എല്ലാ സാഹചര്യങ്ങളുടെ നടുവിലും അവരൊരിക്കലും മടുത്തു പോകാതെ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടന്നതുകൊണ്ട് ചിലരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് കാണുവാൻ സാധിക്കും അബ്രഹാമിൻ്റെ ജീവിതം. ഹല്ലേലൂയ. അബ്രഹാം വാഗ്ദത്തമുള്ളവനാണ്. പ്രൈസ് ലോർഡ്. ഒരു സന്തതി ഉണ്ടാകുമെന്ന് അബ്രഹാമിന് ഭയങ്കരമായൊരു ദൂതുണ്ട്. നിനക്ക് ഞാനൊരു സന്തതി തരും. അബ്രഹാമും സാറയും വിശ്വാസത്തിൽ ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചവരാണ്. അവർ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിച്ചു. അവരെ കൂടെ അന്ന് ആരുമില്ലായിരുന്നു. അവരെ കൂടെ ലോത്തുണ്ടായിരുന്നു. അങ്ങനെ എന്നാൽ ഇവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ലോത്ത് അങ്ങ് വിട്ടുമാറി. പിന്നേത്തിൽ നമ്മൾ കാണുന്നത് ഒറ്റയ്ക്ക് ഇറങ്ങി അവരുടെ കൂടെ 318 അഭ്യാസികൾ അവരെ കൂടെ ഒരേ ഭവനത്തിൽ ഒരു കൂടാരത്തിൽ താമസിക്കുകയാണ്. തനിക്ക് ഒരു വാഗ്ദത്തമുണ്ടൊരു സന്തതി ഉണ്ടാകും. പക്ഷേ അബ്രഹാമിനെ നോക്കുമ്പോൾ ഈ വാഗ്ദത്ത സന്തതി തൻ്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിലും അബ്രഹാം ഈ 318 പേരുടെയും തലമുറകളെ കൈകൊണ്ടെടുത്ത് അവരെ പ്രതിഷ്ഠിച്ച ഒരാളാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആയിരക്കണക്കിന് എല്ലാം കൂടെ പറഞ്ഞ ഒരു ദിവസം രാവിലെ ഒരു അബ്രഹാമിൻ്റെ കിച്ചൺ ഓപ്പണാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു 10,000 പേര് വരും. ഹല്ലേലൂയ. പ്രഭാത ഭക്ഷണം കഴിക്കാൻ 5,000 പേരിൽ കൂടുതൽ കാണുമെന്ന് പറയുന്നു. പ്രൈസ് ലോർഡ്. അത് ഒറ്റയ്ക്ക് ഇറങ്ങിയതാ, ദൈവശബ്ദം കേട്ട് ഇറങ്ങിയതാ. പക്ഷെ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ, ആ ചിറകിൻ്റെ കീഴിലോട്ട് വന്നപ്പോൾ ഒറ്റയ്ക്കല്ല, പിന്നത്തേതിൽ തൻ്റെ കൂടെ സഞ്ചരിക്കുന്ന 10,000 പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. നമ്മൾ പറയും അബ്രഹാം കൂടാരത്തിലാണ് വസിച്ചതെന്ന്. പക്ഷേ കൂടാരത്തിലാണെങ്കിലും അബ്രഹാം രാവിലെ അങ്ങോട്ട് ഇറങ്ങി തൻ്റെ ആടുമാടുകളെയും കൊണ്ട്, തൻ്റെ കഴുതകളെയും കൊണ്ട്, തൻ്റെ ഇതിനെയൊക്കെ കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ ആടുമാടുകളും കഴുതകളും ഇതെല്ലാം അങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. പ്രൈസ് ലോർഡ്. അതുപോലെ സമ്പന്നനായിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. തനിക്കൊരു വാഗ്ദത്ത സന്തതി ഉണ്ടായില്ലെന്ന് പറഞ്ഞ് അബ്രഹാം ഒരിക്കലും ആരാധന നിർത്തിയില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അബ്രഹാം ഭയങ്കരമായ ആരാധനയാണ്. എല്ലാ ദിവസവും ആരാധനയുണ്ട്. ഭയങ്കര ആരാധന. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും അതിരാവിലെ അബ്രഹാം എഴുന്നേറ്റ് പ്രൈസ് ലോർഡ് ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര ആരാധന നിർത്തിയില്ല. അത് ഒരു ദിവസം 2 ദിവസമൊന്നും അല്ല. പ്രൈസ് ലോർഡ്. താൻ ഒറ്റയ്ക്ക് ഇറങ്ങി. ഇന്ന് താൻ വലിയൊരു സമ്പന്നനായി. തൻ്റെ സമ്പത്ത് കണ്ട് ആ ദേശത്തിലും ദേശവാസികളും അവിടെയുള്ള രാജാക്കന്മാർക്ക് തന്നെ വീർപ്പ് മുട്ടല. പ്രൈസ് ലോർഡ്. ഭയമാ. അബ്രഹാമിൻ്റെ സമ്പന്നത കണ്ട് ഭയപ്പെട്ടു പോയെന്ന് പറയുന്നത്. അബ്രഹാം ഒരു വലിയ സംഭവമായിരുന്നു, ഒരു ചരിത്രമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അബ്രഹാമിനെ പ്രസംഗിക്കുന്നത്. കാരണം വിശ്വാസവും വാഗ്ദത്തവും ദൂതും കേട്ടെങ്കിലും തൻ്റെ പ്രാർത്ഥനയോ ആരാധനയ്ക്കോ ഒരു മുടക്കവും ഇല്ലാതെ താൻ അത് കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ ഹല്ലേലൂയ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മടുത്തു പോയില്ല. അവരുടെ പേര് വരെ അവർ മാറ്റി. അവരുടെ വാഗ്ദത്തം കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി അവരുടെ പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അബ്രഹാമേ എന്ന് വിളിക്കാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. സ്തോത്രം. സാറേ എന്ന് വിളിക്കാൻ തുടങ്ങി. രാജകുമാരി എന്ന് വിളിക്കുകയാണ്. വയസ്സായി ഒട്ടി ശരീരമൊക്കെ അങ്ങ് ക്ഷീണിച്ച് ബലഹീനമായി ക്ഷീണിച്ചിരിക്കുന്നവരാണ്. പക്ഷെ ദൈവത്തിൻ്റെ കൂടെ ആ ചിറകിൻ്റെ മറവിൽ നടക്കുന്ന അബ്രഹാമും സാറയും അവരെ ഏജ് കൊണ്ട്, വയസ്സുകൊണ്ട്, അവരെ പ്രായം ഒരുപാടെന്ന് ആൾക്കാർ പറഞ്ഞാൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ പ്രായം പറയത്തില്ല. കാരണം രാജകുമാരിയെ പോലെ ഇരിക്കുക. പ്രൈസ് ലോർഡ്. കണ്ണ് മങ്ങിയിട്ടില്ല.
വാർദ്ധക്യത്തിൻ്റെതായ ഒരു ലക്ഷണമില്ല. അതുപോലെ സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, ദീർഘായുസുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, ദൈവമായിട്ട് ആരാധനകൾ നടത്തുകയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഫറ്റിക്കലായിട്ട് വിളിക്കുകയാണ്. അബ്രഹാമെ ബഹുജാതികളുടെ പിതാവേ എന്ന് തൻ്റെ ഭാര്യ തന്നെ വിളിക്കുകയാണ്, അഡോണായി എന്ന് വിളിക്കുക. 318 പേരും പ്രൈസ് ദി ലോർഡ് ആ ദൈവത്തിൻ്റെ ചിറകിന് കീഴിൽ ജീവിക്കുന്നവരുടെ ആ സ്വഭാവം, ആ സ്റ്റാൻഡേർഡ് തന്നെ മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ ഭൗതികം മാത്രമല്ല മാറിയത്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഈ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് ഒരുപക്ഷെ സാറ് അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാമും അങ്ങനെ കണ്ടു. എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് വന്നപ്പോൾ പരസ്പരം അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുക, സ്നേഹിക്കുക, സുന്ദരി എന്ന് വിളിക്കുക, രാജകുമാരി എന്ന് വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ സാറ വിളിക്കുന്നു, അഡോണായി എന്ന് വിളിക്കുന്നു, യജമാനൻ എന്നെ വിളിക്കുക. അതിൻ്റെ കാര്യം അത്രയും ജനമുണ്ട്. അബ്രഹാമിൻ്റെ കൂടെ 10,000 പേര് കിടക്കുകയാണ്. ഇവരെല്ലാവരും ഒരു കൂടാരത്തിനകത്ത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്ത അബ്രഹാമും സാറയും ഹാഗറും പ്രൈസ് ദി ലോർഡ് എന്നാ. പക്ഷേ അല്ല, വലിയൊരു ജനസമൂഹം തന്നെ കൂടാരം അടിച്ച് കിടക്കുക അബ്രഹാമിൻ്റെ കൂടെ. പ്രൈസ് ദി ലോർഡ്. അവരെ തൊട്ടടുത്ത് ചേർന്ന് കിടക്കുക ഓരോ വീട്ടുകാർ. രാവിലെയും വൈകുന്നേരവും ഇല്ലാതെ അബ്രഹാമിൻ്റെ വീട്ടിൽ ഭക്ഷണമാണ്, റെസ്റ്റോറൻ്റായി മാറിയിരിക്കാതെ, അതിഥി സൽക്കാരമാണ്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം പോലും വേദപുസ്തകത്തിനകത്ത് സാറ പിറുപിറുത്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പിറുപിറുപ്പ് പറയുന്നത് കേൾക്കുന്ന കാണുന്നില്ല. അവരൊന്നും നമ്മൾ ഒറ്റയ്ക്കായി ഇറങ്ങി, നമുക്ക് ഒറ്റയ്ക്ക് മതിയായിരുന്നു. ഇത് ഇവനെ നാട്ടിൽ കിടക്കുന്ന എല്ലാവരും വന്ന് കയറി എന്നെ കൊണ്ട് വയ്യ എന്ന ഒരു വാക്ക് സാറ പറഞ്ഞിട്ടില്ല. പ്രായമൊക്കെ കൂടിക്കൊണ്ട്. പക്ഷേ സാറ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അബ്രഹാം വിളിക്കുന്നത് രാജകുമാരി എന്ന് വിളിക്കുക. ഒരു വാഗ്ദത്ത സന്തതി വരാൻ പോവുകയാണ്. ബഹുജാതികളുടെ പിതാവേ എന്ന് ഭാര്യ വിളിക്കുക. ഇവരുടെയൊക്കെ നടുവിൽ ഭാര്യ അബ്രഹാമിനെ വിളിക്കുന്നത് യജമാനനെ എന്നാണ്. കാരണം അവരുടെ എല്ലാം മുമ്പിൽ ഭർത്താവിനെ ഓണർ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ഒരു ലൈഫ് സ്റ്റൈലാണ്. ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നവർക്കേ സാധിക്കൂ. ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലായിരിക്കുമ്പോൾ നമ്മുടെ ഭൗതികം മാത്രമല്ല, ആത്മീകം മാത്രമല്ല, പാട്ടും പ്രാർത്ഥന ആരാധന അന്യഭാഷയും മാത്രമല്ല, ലൈഫ് സ്റ്റൈല്, സംസാരം, പെരുമാറ്റം, അവരുടെ പേഴ്സണാലിറ്റി എല്ലാം ആകമാനം അങ്ങ് മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അബ്രഹാം എല്ലാ ദിവസവും ഈ ആരാധന ആ ഭവനത്തിനകത്ത് ഇവരെല്ലാം കുട്ടികൾ, ഇഷ്ടംപോലെ കുട്ടികളാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും പ്രദർശിക്കുന്നു, വീടുകൾ വെച്ചു കൊടുക്കുന്നു, കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആലോചന പറയുന്നു, പ്രവചിക്കുന്നു. അതൊരു പവർ കോൺഫറൻസ് അതിനകത്ത് നടക്കുകയാണ്. അവിടെ വലിയൊരു അതിഥികൾ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഒരു മടുപ്പില്ലാത്ത ഒരു ആത്മീക ജീവിതം, സന്തോഷം നിറഞ്ഞ ജീവിതം. ഹല്ലേലൂയ. ഭൂമിയിൽ ഒരു സ്വർഗം. അബിമേലെക്കും ഫറവോനും അടക്കമുള്ളവരൊക്കെ ഈ സ്വർഗീയമായ സന്തോഷം കണ്ടിട്ട് അബ്രഹാമിനെ അങ്ങ് യജമാൻ എന്ന് വിളിക്കുക. അവരും അങ്ങ് റെസ്പെക്ട് ചെയ്യുകയാണ്. ജാതീക രാജാക്കന്മാർ പോലും അബ്രഹാം എന്ന് പറയുന്ന അഭിഷിക്തന്റെ നന്മയും അനുഗ്രഹവും അബ്രഹാമിന്റെ കൂടെയുള്ള ദൈവത്തിന്റെ മഹത്വം കണ്ട് അവരൊക്കെ ഭയപ്പെട്ടു പോയിരിക്കുക. ഇതൊക്കെയാണ് ദൈവത്തിന്റെ കൂടെ ചേർന്നിരുന്ന അനുഗ്രഹങ്ങൾ. അബ്രഹാം മമ്രയുടെ തോപ്പിൽ ഇരുന്ന് ആരാധിക്കുക. പക്ഷെ അബ്രഹാമിൻ്റെ കൂടെ വന്ന ഒരാളുണ്ട്. അവൻ എന്ത് ചെയ്യുന്നു? പുള്ളി ഒറ്റയ്ക്ക് ഒരൊറ്റ പോയി നേരെ ചെന്ന് സോദോം ഗോമോറ, എനിക്ക് ഒറ്റയ്ക്ക് പോകണം, എനിക്ക് മാറണം, എനിക്ക് വേർതിരിഞ്ഞ് വേണം, എനിക്ക് ഒരുമിച്ച് പോകാൻ വലിയില്ല. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇപ്പോൾ നിൻ്റെ കൂടെ ഉള്ളവർ എൻ്റെ കൂടെ ഉള്ള വിഷയമാണ്, എനിക്ക് മാറണം. എപ്പോഴും ഗ്രൂപ്പിസം ഉണ്ടാകുന്ന, ഭിന്നത ഉണ്ടാക്കി, ഗ്രൂപ്പിസം ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ഒരു അംബ്രല്ലയുടെ കീഴിൽ ദൈവത്തിൻ്റെ മഹത്വം അഭിഷേകവും വഹിക്കുന്നവൻ്റെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. പലപ്പോഴും പലരും അങ്ങ് അയ്യോ ദൈവദാസ നിങ്ങളെ കൂടെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പലരും പറയുന്നു, അഭിഷിക്തന്മാരെ മുഖത്ത് നോക്കി പറയും, നിങ്ങളെ കൂടെ എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് നിങ്ങളെ കൂടെ നടക്കാൻ വയ്യ, ജീവിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ആരാധിക്കാൻ വയ്യ, നിങ്ങളെ കൂടെ നിൽക്കാൻ വയ്യ, ഞാൻ ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോത്തിന്റെ ആത്മാവുള്ളവനൊക്കെ ഓടും. പ്രൈസ് ദി ലോർഡ്. അവർ ചെന്ന് ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? നേരെ ചെന്ന് സോദോം ഗോമോറയിൽ ഇരിക്കുക. അവിടെ അവനും അവൻ്റെ ഭാര്യയും അവൻ്റെ മക്കളും എല്ലാം കൊണ്ട് ശാപം പിടിച്ച് അവിടെ ഗന്ധകം ഇറങ്ങാൻ പോവുകയാണ്. പക്ഷേ അഭിഷേകമുള്ളവൻ, ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കുന്നവൻ, ചിറകിൻ്റെ കീഴിൽ ദൈവം വിളിക്കകത്ത് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത്, പ്രോമിസ് ലാൻഡിനകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആരാധന മുടക്കാതെ പലതും അബ്രഹാമിനില്ല. ഒരു വാഗ്ദത്ത സന്തതി ഇല്ലെങ്കിലും ഇല്ലാത്തതൊന്നും വിളിച്ചു പറയാതെ, പിറുപിറുക്കാതെ ദൈവത്തെ നിരന്തരം ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം വാഗ്ദത്തം നടന്നു വരുന്നത് അബ്രഹാം കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. 3 ദൂതന്മാർ നടന്നു വരികയാണ്. വാഗ്ദത്തമാണ് നടന്നു വരുന്നതെന്ന് അബ്രഹാമിന് വെളിപ്പാട് കിട്ടി. എന്റെ വാഗ്ദത്തം കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ഇതാ നടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം.
അവിടെ നിന്ന് ചാടി എഴുന്നേറ്റാ പോയത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ഞാൻ ദൂത് പറയാം. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവിനകത്ത് കയറി ആ ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന നിങ്ങളുടെ ചിലരുടെയൊക്കെ ലൈഫിൽ ഈ 2021 നീ ചില വാഗ്ദത്തം നിന്റെ മുമ്പിൽ കേട്ട പല വാഗ്ദത്തങ്ങളും വർഷങ്ങളായി നാളുകളായി മിസ്സായി പോയത്, ലോസ്റ്റായി പോയത്, പിശാച് മോഷ്ടിച്ചത്, ലേറ്റാക്കിയത്, ഈ നാളുകളിൽ അത് നടന്ന് നിന്നെ അന്വേഷിച്ച് വരാൻ പോകുക. നീ ഒന്നിൻ്റെ പുറകെ പോകണ്ട, നിന്നെ അന്വേഷിച്ച് വാഗ്ദത്തം വരാൻ പോവുക. നീ ഇരിക്കുന്ന സ്ഥലത്ത് നീ ദൈവ സാന്നിധ്യത്തിനകത്തിരുന്നാൽ, നീ ദൈവവുമായിട്ട് ഒരുമിച്ച് നടക്കാൻ തുടങ്ങിയാൽ, നീ ദൈവവുമായിട്ടുള്ള ചേർന്ന് അങ്ങോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ നീ വാഗ്ദത്തങ്ങളുടെ പുറകെ പോകേണ്ടി വരത്തില്ല, ദൂതുകളുടെ പുറകെ പോകത്തില്ല, നീ ആരെ അന്വേഷിച്ച് പോകാൻ ഇടവരത്തില്ല. അതിനു പകരം സകല വാഗ്ദത്തങ്ങളും ഈ നാടുകളിൽ നിന്നെ അന്വേഷിച്ച് വരുന്നത് നീ കാണാൻ പോവുകയാണെന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് കാണുവാൻ സാധിക്കും ആ ദൈവത്തിന്റെ ചിറകിന്റെ കീഴില് ഹല്ലേലൂയ മോശ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൂടെ ചേർന്ന് നടക്കുന്നു. താന് മരുഭൂമിയിൽ വെച്ച് ഒറ്റപ്പെട്ടവനായി ദൈവത്തെ മുഖാമുഖമായി കണ്ടപ്പോൾ ദൈവത്തിനോട് പറഞ്ഞു, ഞാൻ വിക്കനാണ്, അയ്യോ എന്നെ കൊണ്ടത് പറ്റത്തില്ല, ഞാൻ വിക്കുള്ളവനാണ്, ഭയങ്കര വിക്കനാണ്. ഒരു പ്രാവശ്യമല്ല പറഞ്ഞത്, പല പ്രാവശ്യം, ഒരുപാട് പ്രാവശ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനോട് അങ്ങ് പറയും, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും നമ്മുടെ പൊക്കവും വണ്ണവും തടിയും ഒക്കെ കണ്ട് ഇത് ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകന്റെ അഭിഷേകം ഉള്ളവനെ പിന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വരികയാണ്. വന്നപ്പോൾ അവിടെ ഒരു അപ്പന് 6-7 മക്കളുണ്ട്. ആ മക്കളെല്ലാം നല്ല തണ്ടും തടിയാണ്. അപ്പൻ എന്ത് ചെയ്തു, തണ്ടും തടിയും ആരോഗ്യമുള്ളവരെയൊക്കെ നല്ല പോസ്റ്റിൽ കയറ്റി അങ്ങ് വിട്ടു. റെക്കമെൻഡേഷൻ ചെയ്ത് ശൗലെന്ന് പറയുന്ന രാജാവിൻ്റെ 4 സൈന്യാധിപന്മാരൊക്കെ ആക്കി അവരെയൊക്കെ അങ്ങ് വിട്ടു. ഉള്ളതിൽ ഏറ്റവും കുറിയവനും 4 കോമള നേത്രനും പവിഴ നിറമുള്ളവനുമായി ഒരു ബാലനായവൻ, അവനെന്ത് ചെയ്തു, അവനെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, അവന് പറ്റിയ പോസ്റ്റൊന്നുമില്ല, അവനെ പട്ടാളത്തിലും എടുക്കത്തില്ല, അവനെ ഒന്നിലും എടുക്കത്തില്ല, അവന് ആവശ്യമുള്ള നെഞ്ച് വീതിയും ഇല്ല, അവന് പൊക്കവും ഇല്ല, അവന് അതിനുള്ള ആരോഗ്യവും ഇല്ല, പവറും ഇല്ല. അതുകൊണ്ട് അവനെ പറ്റിയത് ആടിനെ മേയ്ക്കാനാണെന്ന് പറഞ്ഞ് സ്വന്തം അപ്പൻ അവനൊരു വിലയിട്ട് അവനെ ആ നിലവാരത്തിൽക്കൊണ്ട് അപ്പനും അമ്മയൊക്കെ ഇവന് ഇതിനൊക്കെ കൊള്ളു. പല അപ്പന്മാരും പല അമ്മമാരും ഒക്കെ പലപ്പോഴും സ്വന്തം മക്കളെയും ഇങ്ങനെ ചിലരെയൊക്കെ പറയും, ഇവൻ നന്നാവും, ഇവൻ മണ്ടിയല്ല, ഇവന് ബുദ്ധിയുണ്ട്. പ്രൈസ്. ചിലതിനെയൊക്കെ പറയും, ഇവനൊരു മന്ദബുദ്ധിയാണ്, ഇവന് ഒരു മാന്യത, ഇവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഇട്ടിരുന്ന പാർട്ടിയാണ് ദാവീദ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആടിനെ മേയ്ക്കാൻ പോയപ്പോൾ ശമൂവേൽ എന്ന വലിയ പ്രവാചകൻ വന്നിട്ട് പറയുകയാണ്, അപ്പാ ഹല്ലേലൂയ, പിന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ നീ വലിയ പോസ്റ്റിലാക്കിയവരെന്ന് എനിക്ക് വേണ്ട, എന്നോട് ദൈവം ഒരുത്തനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആ അഭിഷേകം ചെയ്യപ്പെടേണ്ടവൻ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും, ഞാൻ പന്തിയിൽ ഇരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ശമൂവേലല്ല അവിടെ കാത്തു നിന്നത്, ദൈവം അഭിഷേകം ചെയ്യാനുള്ളവനെ കാത്ത് ദൈവം അവിടെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ലോകത്തിലുള്ളവർ നിന്റെ പൊക്കവും വണ്ണവും നിന്റെ പൊസിഷനും നിന്റെ വിദ്യാഭ്യാസവും നിന്റെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷും ഒക്കെ കണ്ട് കേട്ട് നിന്റെ ഭാഷകളും ലാംഗ്വേജുകളും നിന്റെ പല പരിപാടിയും കണ്ട് വീഴുമായിരിക്കാം. എന്നാൽ ഒരു കുറവുള്ള ബലഹീനതയുള്ള എല്ലാവരും തള്ളിക്കളഞ്ഞവനെ മാത്രമേ എൻ്റെ ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് മോശയെ ദൈവം തിരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയെ ദൈവം തിരഞ്ഞെടുത്തു. വിക്കുള്ളവനാണ്. ദൈവം പറഞ്ഞു, നോ പ്രോബ്ലം. പ്രൈസ് ദി ലോർഡ്. നോ പ്രോബ്ലം. ഹല്ലേലൂയ. വിക്കുണ്ടോ? നോ പ്രോബ്ലം. അതാ എനിക്ക് വേണ്ടത്. ഒരുപാട് നാക്ക് നീട്ടം ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമാവും. ഹല്ലേലൂയ. എനിക്കത് വിഷയമാണ്. നാക്ക് നീളം കൂടിയ ആൾക്കാരെല്ലാം ഇന്ന് വലിയ പ്രശ്നങ്ങളാണ്. അവരൊക്കെ ദൈവത്തിനോട് അങ്ങോട്ട് ചോദ്യം ചോദിക്കും, ദൈവത്തിന് അങ്ങോട്ട് ബൈബിൾ ക്ലാസ് എടുക്കും, അവർ ദൈവത്തെക്കാൾ വലിയവരാകും, എല്ലാവർക്കും ഒരു വിഷയമായി മാറും. പക്ഷേ ഹല്ലേലൂയ, മോശയെ നോക്കി കണ്ടപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ഒരുപാട് വലിയ ഇതൊന്നുമില്ല, നാക്കിന് വലിയ വാഗ്വൈഭവമൊന്നും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നേരെ കൊണ്ടുപോയി നിർത്തി, നിനക്കൊരു സഹോദരനുണ്ട്, അവനെ കൊണ്ട് സംസാരിപ്പിച്ചോ, പക്ഷെ നീ അവന് ദൈവമായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ കയ്യിൽ ഒരു ഉണക്ക വടിയും കൊടുത്തിട്ട് പറഞ്ഞത് കയ്യിലിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ ജനം, മിസ്രയീം ജനം. പ്രൈസ് ദി ലോർഡ്. ഒരു രാജ്യം, 2 നിയമം. പ്രൈസ് ദി ലോർഡ്. ദൈവം അവിടെ ഇറങ്ങി വന്നു ഇസ്രായേൽ ജനത്തിന്റെ നടുവില്. ദൈവത്തിന്റെ ആ ചിറകിന്റെ മറവിൽ ഇസ്രായേൽ ജനം വന്നു. പ്രൈസ് ദി ലോർഡ്. അതേ രാജ്യത്ത് മറ്റൊരു ജനം ദൈവത്തിനെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന ജനത്തെ പൂട്ടിയിട്ട് ആരാധനയ്ക്ക് പോകാൻ പാടില്ലെന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഫറവോനും കുടുംബവും എല്ലാം കൂടെ പറഞ്ഞു, ഒരു സഹോദരനും അനിയനും ചേട്ടനും കൂടെ വന്ന്
എല്ലാ ദിവസവും രാവിലെ ആകുമ്പോൾ ഒരു ഉണക്ക വടിയും കൊണ്ട് വന്ന് യവന്മാർ പറയും ഇനത്തെ ആരാധനയ്ക്ക് വിടണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ തന്നെ വിടാം. ലോകം മടിയന്മാരും കള്ളന്മാരുമാണ്. സുവിശേഷ വേല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തന്മാർ ഇറങ്ങി വയറ് വീർപ്പിക്കാൻ വേണ്ടി നടക്കുന്ന യവന്മാര് പ്രൈസ് ദി ലോർഡ് രാവിലെ വരും. മടിയന്മാരാണവന്മാര്. അധ്വാനിച്ച് ജീവിക്കാനുള്ള ആഗ്രഹമില്ലാത്ത കള്ളന്മാരാണവര് എന്ന് പറഞ്ഞുകൊണ്ട് ഫറവോൻ ഇരിക്കുക. അപ്പോഴാണ് ഒരു ദിവസം രാവിലെ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ ഫറവോന്റെ തലയിൽ നിന്ന് പേന് തറ വീഴുന്നു. പ്രൈസ് ദി ലോർഡ്. ബ്യൂട്ടി പാർലറുകാരെല്ലാം വിളിച്ച് ആൾക്കാരെല്ലാം വിളിച്ചിട്ട് തല ജീവാൻ പറഞ്ഞു. തല ജീവിയിട്ടും വരുന്നില്ല. ഒരു 500, 1000, 2000 ഇത് എവിടെ നിന്ന് മുളച്ചു വരുന്ന അറിയില്ല. അതുപോലെ പേന് വരിക. അവന്റെ രാജകൊട്ടാരം മുഴുവനും പേന്. നടക്കാമയോ ഇരിക്കാമയോ കുളിക്കാമയോ എല്ലായിടത്തും പേനായപ്പോൾ ഫറവോൻ പറഞ്ഞു ഒരു രക്ഷയില്ല, ഇതെന്തോ ചെയ്യും. ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ നടക്കുന്നില്ല, അല്ലെങ്കിൽ ആസിഡ് എടുത്ത് മേത്തോടെ ഒഴിക്കാന്ന് വിചാരിച്ച് അത് നടക്കുന്നില്ല, ചത്തുപോകും. പ്രൈസ് ദി ലോർഡ്. രക്ഷപ്പെടാൻ വഴിയില്ലാതായപ്പോൾ ഫറവോൻ പറഞ്ഞു ആ ഉണക്ക പാഷന്മാരുണ്ടല്ലോ അവരെ ഇങ്ങ് വിളി, ആ സുവിശേഷ വേലക്കാരന്മാരുണ്ടല്ലോ അവരെ ഇങ്ങ് വിളിക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അവര് വന്നു. 2 പേരും വന്നു. അവര് പറഞ്ഞു ഈ പേനൊന്ന് മാറ്റി തരണം. എന്തുകൊണ്ടാ ഇവരെ വിളിച്ചത്? വേറെ. അപ്പൊ അതുവരെ ഫറവോൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്നത്തെ ഈ ലോകത്തിന്റെ സ്ഥിതി അങ്ങനെയാ. സുവിശേഷ വേല ചെയ്യുന്നവരെയൊക്കെ എല്ലാവരും പറയും കള്ളന്മാര്, വയറന്മാര്, അവര് മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അവര് പ്രവാചകന്മാരാണ്. ഇവനൊക്കെ കള്ളന്മാരാണ്. ജോലിക്ക് പോക്കിയൂടെ. നിനക്ക് കൊറോണ വരുമ്പോൾ നീ ICU കിടക്കുമ്പോൾ നീ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ 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 എന്ന് 100 വിളിയാ. പ്രൈസ് ദി ലോർഡ്. അതുവരെ എല്ലാവരും പറയും കള്ളന്മാര്, പ്രൈസ് ദി ലോർഡ്, വയറന്മാര്, പിഴപ്പിന് വേണ്ടി വയറ്റിപ്പിഴപ്പിന് വേണ്ടി നടക്കുന്നവര്. പ്രൈസ് ദി ലോർഡ്. ഫറവോനും അതാ വലിയ അഹങ്കാരം പിടിച്ചവൻ പറയുകയാണ് അവന്റെ പേൻ അവന് മാറ്റാൻ പറ്റിയില്ല. അവന് പണമുണ്ട്. ആ പേനുകളെയൊന്നും പണം എറിഞ്ഞാൽ ചാവത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ എന്ത് ചെയ്തു? സുവിശേഷ വേലക്കാരെ, ആത്മാവിൽ നടക്കുന്നവനെ, ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ ദൈവത്തിന്റെ ബലത്തിനകത്ത് ജീവിക്കുന്ന ദൈവത്തിന്റെ കൂടെ നടക്കുന്ന 2 അഭിഷിക്തന്മാര് വന്നു. അവര് പറഞ്ഞു ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ ദേശത്തുള്ള സകല പേനും പോയി. ഓരോ ദിവസവും തവള വരുന്നു, പേന് വരുന്നു. ഇസ്രായേലിയർ നോക്കുമ്പോൾ ഒരു വശത്ത് ഇരുട്ട്, മിസ്രൈമിന്, മറുവശത്ത് പ്രകാശം. ഹല്ലേലൂയ. ഒരു വശത്ത് തവള, മറുവശത്ത് ഒന്നുമില്ല. അവരൊക്കെ നല്ല സന്തോഷമായി ജീവിക്കുകയാണ്. ദൈവം അനീതി ചെയ്യുന്നവൻ ദുഷ്ടനും ദൈവത്തിന്റെ മക്കൾക്കും തമ്മിൽ ഒരു വേർതിരിവുണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആ ചിറകിന്റെ മറവിൽ ജീവിക്കുന്നവനെ എൻ്റെ മഹത്വം, ഇസ്രായേൽ ജനത്തിന്റെ മഹത്വം മിസ്രൈമിൽ വെച്ച് തൻ്റെ ജനത്തെ ദൈവം നടത്തുന്ന, ദൈവത്തിന്റെ ചിറകിൻ കീഴിലായിരിക്കുന്ന ജനം എങ്ങനെ ജീവിക്കുമെന്ന് ആ ലോകത്തിലുള്ള എല്ലാവർക്കും ദൈവം കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ഈ അന്ത്യകാലഘട്ടത്തില് വയറ്റിപ്പിഴപ്പിന് വേണ്ടി നടക്കുന്ന ഭാഷമാർ നീ പറയരുത്. പ്രൈസ് ദി ലോർഡ്. കള്ളപ്രവാചകന്മാരെന്ന് നീ പറയരുത്. പ്രൈസ് ദി ലോർഡ്. കാരണം അവസാനം നിന്റെ ജീവിതത്തിന്റെ വിടുതലിന് നീ പറഞ്ഞ് പരിഹസിച്ച് കളിയാക്കുന്ന, പുച്ഛിക്കുന്ന, നീ തള്ളിക്കളഞ്ഞവർ തന്നെ നിന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചാലേ ഒരു നീക്കുപോക്ക് നിനക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ബുദ്ധിയും ശക്തിയും നിന്റെ ജ്ഞാനവും പരിജ്ഞാനവും നിന്റെ വിദ്യാഭ്യാസവും നിന്റെ എല്ലാ പരിപാടിയും അവസാനിക്കുന്ന നാളുകൾ നിന്റെ മുമ്പിൽ വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ അയ്യം വിളിക്കാൻ പോവുകയാണ്. എന്നിട്ട് നീ പറയും ഈ അഭിഷിക്തന്മാർ എവിടെയെങ്കിലും ഒരു പ്രവാചകനുണ്ടെങ്കിൽ കൊണ്ടുവാ, എവിടെയെങ്കിലും ഒരു സുവിശേഷകനെങ്കിൽ കൊണ്ടുവാ, എവിടെയെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവനെ വിളിച്ചോണ്ട് വാ എന്ന് നീ പറയുന്ന നാളുകൾ വിദൂരമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. കാരണം ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ജീവിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. 28-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം. ഹല്ലേലൂയ സ്തോത്രം. അത് 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പൗലോസ് കുറെ വിറക് പിറക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. പ്രൈസ് ദി ലോർഡ്. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അന്ന് ആദ്യമായിട്ട് ലോകത്തിൽ ആ അണലിയെ വിളിച്ച് സാക്ഷ്യം പറയിച്ചാൽ അണലി പറയും പ്രൈസ് എന്റെ പല്ലും പോയി, എന്റെ വിഷവും പോയി. ഇവൻ ജ്യൂസ് കുടിക്കും പോലെ പുള്ളി എന്റെ വിഷമെല്ലാം ഓറഞ്ച് ജ്യൂസായി മാറി എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അണലി അങ്ങോട്ട് കടിച്ചപ്പോൾ പൗലോസിന് ഒരു പക്ഷേ തോന്നിയത് അല്പ ക്ഷീണവും ബലഹീനതൊക്കെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ത് ചെയ്തു? ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? എന്ത് കൊടുക്കും? ട്രിപ്പ് കൊടുക്കും. പൗലോസിനെ സംബന്ധിച്ച് അതാണ്, ട്രിപ്പ് കിട്ടി. പ്രൈസ് ദി ലോർഡ്. അതിനെ കുടഞ്ഞു കളഞ്ഞെന്ന് പറയും. ഹല്ലേലൂയ സ്തോത്രം. പാമ്പ് നാണിച്ചു പോയി. പിന്നെ ഇന്ന് വരെ ആ രാജ്യത്ത് ഒരു പാമ്പില്ല.
ആത്മാവിനകത്ത് ഒരു പ്രാവശ്യം പിശാചെ, മനുഷ്യനാണെങ്കിലും പിശാചാണെങ്കിലും, വാഗ്ദത്തമുള്ളവന്റെ യാത്രയെ നീ തടയാൻ നിൽക്കരുത്. വാഗ്ദത്തമുള്ളവന്റെ മുമ്പിൽ കയറി നീ തടഞ്ഞാൽ നീ ഒരു പ്രാവശ്യം തടയും, പിന്നെ നിന്റെ ജീവിതകാലത്ത് നിനക്ക് തടയാൻ പറ്റത്തില്ല. പ്രൈസലോ, നിന്നെ എന്നേക്കുമായി അവന്റെ അവസാനത്തെ കടിയായിരുന്നു ആ പാമ്പിന്റെ അവസാനത്തെ കടി. പ്രൈസലോ, അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിൽ പിന്നെ ഇന്ന് വരെ ഒരു പാമ്പ് ഉണ്ടായിട്ടില്ലെന്നാ പറയുന്നത്. പ്രൈസലോ, ദൈവത്തിന്റെ ആത്മാവ് പറയട്ടെ, അഭിഷിക്തന്മാരെ തോണ്ടാൻ നിൽക്കരുത്, നീ കടിക്കാൻ നിൽക്കരുത്, വാഗ്ദത്തമുള്ള ജനത്തിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കാൻ നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നേക്കുമായതിനെ എടുത്തു കളഞ്ഞു. ഇന്ന് ആത്മാവ് ഞാൻ ദൂത് പറയുകയാണ്, നിന്റെയും എന്റെയൊക്കെ ജീവിതങ്ങളുടെ നടുവില് രോഗമായും ഭാരമായും കടമാരമായും ചിലതൊക്കെ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ആത്മീയവും ഭൗതികമായ നന്മകൾക്ക് മുകളിൽ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ്, ഇവിടെയും ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ കയറി കടിച്ചിരിക്കുന്ന ചില അണലികളൊക്കെ ഈ വരുന്ന ദിവസം നീ കുടഞ്ഞു കളയാൻ പോവുകയാണ്. നീ അതിനെയൊക്കെ കുടഞ്ഞു കളയാൻ പോവുകയാണ്. നിന്റെ അഭിഷേകത്തിന് വിരോധമായി, നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, നിന്റെ വിളിക്ക് വിരോധമായി, നിന്റെ ആത്മീക മുന്നേറ്റത്തിന് വിരോധമായി ചിലതൊക്കെ കടിച്ചു തൂങ്ങിക്കിടക്കുമ്പോൾ അതിന്റെ പേര് പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ്, പഴയ പേരും പറഞ്ഞ്, പലതും പറഞ്ഞ്, തന്ത്രം പറഞ്ഞുകൊണ്ട്, ബന്ധനമൊന്നും പോരാട്ടമെന്ന് പറഞ്ഞുകൊണ്ട്, കള്ളവും കവടവും വഞ്ചനയും ചെയ്ത് കള്ളനും കള്ളന്റെ അപ്പനുമായ ആ ദുഷ്ടശക്തികള് നിനക്ക് വിരോധമായി ഉണ്ടെങ്കിൽ ഇന്ന് പകല് ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, അതിനെ കുടഞ്ഞു കളയുന്ന, എന്നേക്കുമായി നിന്നെയും നിന്റെ കുടുംബത്തിനും വിരോധമായി ഉള്ള എല്ലാം മാറിപ്പോകാൻ പോവുകയാണ്. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാൾ കാണയില്ല. ഇന്ന് നീ കണ്ട ഫലസ്തീനെ നിന്റെ ജീവിതത്തിൽ ഇനി കാണത്തില്ല. കർത്താവ് പറയുന്നത്, ഈ കാലഘട്ടത്തിൽ നീ ആ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചെങ്കിൽ നീ അനുഭവിച്ച വേദനയോ കഷ്ടമോ, നീ അനുഭവിച്ച പ്രതിസന്ധികളോ, നീ അനുഭവിച്ച കടഭാരമോ, നീ അനുഭവിച്ച പ്രശ്നങ്ങളോ നിന്റെ തലമുറ കാണത്തില്ല. നിന്റെ തലമുറ ഉയർച്ച പ്രാപിക്കും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇത് അവസാനത്തെ അണലിയ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ഒരിക്കലായിട്ട് ക്രൂശിൽ മരിച്ചെങ്കിൽ ഇനി ഹല്ലേലൂയ അതിന്റെ ആ പിശാച് പണ്ടത്തെ പരിപാടിയും പറഞ്ഞ് ശാപമുണ്ട്, രോഗമുണ്ട്, ബന്ധനമുണ്ടെന്ന് പറഞ്ഞു വന്നാൽ നീ പറയണം, എനിക്ക് വേണ്ടി ഏകനായ ക്രിസ്തു എന്നേക്കുമായി ഹല്ലേലൂയ 3 ആണിമേൽ ക്രൂശിൽ മരിച്ചെങ്കിൽ, അടക്കപ്പെട്ടെങ്കിൽ, ഉയർത്തെഴുന്നേറ്റെങ്കിൽ, ദുഷ്ട പിശാചേ, ഒരു ശിക്ഷാവിധിയും എന്റെ മേലില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ സൗഖ്യം പ്രാപിക്കുവാൻ, ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞാൻ വിടുവിക്കപ്പെടുവാൻ എന്റെ കർത്താവ് എന്റെ പാപങ്ങൾക്ക് വേണ്ടി, എന്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി, എന്റെ ലംഘനങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായി ക്രൂശിക്കപ്പെട്ടത് കൊണ്ട്, ശിക്ഷ ഏറ്റെടുത്തത് കൊണ്ട് ഇനിമേലിൽ പിശാചേ എനിക്ക് ഒരു ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. നമ്മളത് പറയണം, നമ്മളത് വിളിച്ചു പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ദൈവരാജ്യത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഒരിക്കലായി ക്രിസ്തു ആദാം എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ ഈ ലോകത്തിന് ഇത്രയും എല്ലാവരുടെയും ഭയം മരണഭയമാണ്. മരണത്തിനെ കുറിച്ചും മരണഭയവും ഈ ലോകം മുഴുവനും ഇത്രയും വ്യാപിച്ചെങ്കിൽ അതിനേക്കാൾ 1000 മടങ്ങ് കർത്താവ് യേശു ക്രിസ്തു എന്ന ഒടുക്കത്തെ ആദാം വന്നിട്ട് എന്നേക്കുമായി ഈ മരണത്തെ തോൽപ്പിച്ച് നമുക്ക് ജീവൻ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, നിത്യജീവൻ. അതുകൊണ്ട് നമ്മൾ ജീവനെ കുറിച്ചാണ് പറയേണ്ടത്, ജീവനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. കർത്താവിന്റെ ആ നിഴലിന്റെ കീഴിലായിരിക്കുന്ന എന്നെയും നിന്നെയും ഒരു ചങ്ങലകൾക്കും ബന്ധിക്കാൻ പറ്റത്തില്ല. പൗലോസും ശീലാസും കാരാഗ്രഹത്തിന് കാലത്ത് സന്തോഷമായി കിടക്കുകയാണ്. അവിടെ അവർ ആരാധിച്ചത് ബന്ധനമടിയും കെട്ടുകളടിയും ആരാധനയെങ്കിൽ രോഗം മാറും, ക്ഷീണം മാറും. ഇതാണ് നമ്മളെ പാട്ട്. പ്രൈസ് ദി ലോർഡ്. രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയെങ്കിൽ ബന്ധനമടിയും കെട്ടുകളടിയും ആരാധനയെങ്കിൽ. നമുക്ക് ബന്ധനമടിയാനും കെട്ടടിയാനാണ് ആരാധിക്കുന്നത്. പക്ഷെ പൗലോസ് ബന്ധനമടിയാനും കെട്ടടിയാനും അല്ല ആരാധിച്ചത്. ദൈവത്തിന്റെ മഹത്വം, ദൈവസാന്നിധ്യം കാരാഗ്രഹത്തിനകത്ത് കിടന്നപ്പോഴും തൻ്റെ കൂടെ ആയിരിക്കുന്ന ആ ദൈവത്തിന്റെ മഹത്വത്തെ ഗ്ലോറിക്കകത്തിരുന്നു കൊണ്ട് തൻ്റെ ഉള്ളിൽ പോലെ ഈ ചങ്ങല എന്ന് പറയുന്ന സംഭവമേ ഇല്ല, കാരാഗ്രഹമേ ഇല്ല. അതും പൗലോസിനെയും ശീലാസിനെയും സംബന്ധിച്ച് അവിടെ ഒരു സ്വർഗമാണ്. തൻ്റെ കൂടെ ദൂതന്മാരുണ്ട്, ഒരു സ്വർഗമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. അവർ ചെറുതായിട്ട് മൂടിപ്പാട്ട് പാടിയതേ ഉള്ളൂ. സകല കെട്ടും അഴിഞ്ഞു, സകല ചങ്ങലയും അഴിയ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും ആവശ്യമുള്ളതുകൊണ്ടാണ്, ആവശ്യത്തിന് വേണ്ടിയുള്ളതുകൊണ്ടാണ് ഒന്നും നടക്കാത്തത്. നമ്മൾ പലപ്പോഴും അയ്യോ ബന്ധനം അഴിയും കേട്ടോ, എത്രയോ വർഷങ്ങൾ കൊണ്ട് ഇവിടെ വന്നിരുന്ന കസേര ഇരുന്ന് പാട്ടോട് പാട്ട് ഒരു ബന്ധനം അഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവസാന്നിധ്യം അനുഭവിക്കാതെ, ദൈവത്തിനെ നന്ദി പറയാതെ, ദൈവസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാതെ ബന്ധനം അഴിയാനും കെട്ടടിയാനും രോഗം മാറാനും മാത്രം വന്നിരുന്ന് ആരാധിക്കുന്നവനല്ല വിടുതലുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ ആ ദൈവത്തിന്റെ കൂടെ ചേർന്ന് നടക്കുന്നവൻ ഒരു മൂളിപ്പാട്ട് പാടിയാൽ മതി, വിടുതല. അവൻ ചെറിയൊരു വാക്ക് പറഞ്ഞാൽ വിടുതല. അവനൊന്ന് മുട്ടുമടക്കിയാൽ വിടുതലാണ്. നീ അനുഭവിക്കണം. ദൈവസാന്നിധ്യം നീ അനുഭവിക്കണം. ആത്മസാന്നിധ്യം നീ അനുഭവിക്കണം. ഓരോ ആരാധനകളിലും ഓരോ പ്രാർത്ഥനകളിലും നീ ഭവനത്തിനകത്തിരിക്കുമ്പോഴും ഈ ഓൺലൈൻ മെസ്സേജ് നീ കേൾക്കുമ്പോഴും നീ ദൈവസാന്നിധ്യം അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിനോട് ചേർന്നിരിക്കണം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പരിശുദ്ധ ദൈവമേ, കർത്താവേ, ഇത്രയും സമയം ഈ മെസ്സേജ് കേട്ട സകല ജനത്തെ ഞാൻ അനുഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അവരുടെ അകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. പരിശുദ്ധന്മാർ പറയുകയാണ്, അനേകരുടെ ജീവിതത്തിൽ ലോസായി പോയത്, മിസ്സായി പോയത്, മനുഷ്യരും പിശാചും നീ അനുഭവിക്കേണ്ട സകലതും, വിദൂര യാത്രകൾ, വൈദേശിക നന്മകൾ, വസ്തുവകകൾ, വീട്, തലമുറകൾ, വാഹന നന്മകൾ, എല്ലാ നന്മകളെയും ചൂഷണം ചെയ്ത് മോഷ്ടിച്ച് എടുത്തതായ പൈശാചികമായ എല്ലാ മേഖലകളും ഈ നാടുകളിൽ പൊട്ടി മാറാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടതിനെ ആത്മാവ് തിരിച്ചു തരുന്ന ദിവസങ്ങളായി മാറാൻ പോകുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് നീ കയറ്. ആ ദൈവത്തിന്റെ ചിറകിന്റെ മറവിലോട്ടൊന്ന് കയറ്. സിംഹത്തെയും പെരുമാവിനെയൊക്കെ നീ മെതിച്ച് കളയാൻ പോവുകയാണ്. നീ പുറത്തു വരാൻ പോവുകയാണ്. ഇനി ഒരു ശിക്ഷാവിധി നിനക്കില്ല. ക്രിസ്തു നിനക്ക് വേണ്ടി എന്നേക്കുമായ ശിക്ഷകൾ ഏറ്റുവാങ്ങിയത് കൊണ്ട് ഞാനും നീയും ദീർഘായുസോടെ ആരോഗ്യത്തോടെ ഒരു മന്ത്രവാദത്തിനും ഒരു ആഭിചാരത്തിനും ഒരു ബന്ധനങ്ങൾക്കും എന്നെയും നിന്നെ തൊടുവാൻ അധികാരമില്ല. ഞാനും നീയും ദൈവത്തിന്റെ മഹത്വം കണ്ടവരാണെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് നടക്കുന്നവരാണെങ്കിൽ, ചിറകിന്റെ മറവിൽ ജീവിക്കുന്നവരാണെങ്കിൽ ഇനി ഒരു നാളിൽ ഒരു മിസ്രൈമിനും ഒരു ഫലസ്തീനും നമ്മളെ തൊടുവാൻ അധികാരമില്ല. നമുക്ക് നഷ്ടപ്പെട്ടത് 100 മടങ്ങ് ദൈവം മടക്കി തരാൻ പോകുന്നു. നീ നമുക്കൊരു യുദ്ധമില്ല, നമുക്കിനി ഒരു യുദ്ധമില്ല. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി ഇറക്കി. നമുക്കൊന്നു മാത്രം ചെയ്താൽ മതി. ഹാനോക്കിനെ പോലെ, യോഹന്നാനെ പോലെ ആ കർത്താവിന്റെ മാറിൽ ചാരിയിരിക്കുവാൻ, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ ആത്മാവരെ ബലപ്പെടുത്തണം, അനുഗ്രഹിക്കണം. തലമുറകളെ ദൈവ സാന്നിധ്യത്തിനകത്ത് കയറ്റാൻ മാതാപിതാക്കൾക്ക് തീഷ്ണത ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കുടുംബ പ്രാർത്ഥനകൾക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് വരെ ആരാധന നടക്കട്ടെ. ഭവനങ്ങൾക്കകത്തൊരു ഭാവന പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ, കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ, ബൈബിൾ വായനകൾ ഉണ്ടാകട്ടെ, ആരാധനകൾ ഉണ്ടാകട്ടെ. മടുത്തു പോകാതെ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കട്ടെ. ആരാധനകളെ ഉപേക്ഷയായി വിചാരിക്കാതെ ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാര യൗവനക്കാർ എഴുന്നേൽക്കട്ടെ. യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ, വ്യക്തികളെ, ജീവിതങ്ങളെ, രോഗികളായിട്ടുള്ള എല്ലാവരെയും സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഇൻ ജീസസ് നെയിം, ആമേൻ. ആശീർവാദം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടമേ സഹവാസം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവിക ദൂതിനോടും എല്ലാ ആത്മീക വിടുതലുകളോടൊപ്പം കാലാവസാനത്തോളം ഉണ്ടാക്കപ്പെടുമാറാകട്ടെ. നമുക്ക് അയർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ